Information. Hallelujah. God is good and God is in our midst. നമ്മൾ ആരാധനയിലൂടെ പ്രിയപ്പെട്ടവർ നമ്മളെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ആ ദൈവ സാന്നിധ്യത്തെ തൊടാൻ കഴിഞ്ഞു, അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മളെ പണിയുന്നു. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. He who has begun a good work in us will complete it until that day. കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് ഒരുക്കിയിരിക്കുന്ന സൺഡേ സ്കൂളിലേക്ക് വളരെ ഡെലിജൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കടന്നു പോകാം. പ്രൈസ് ബി ടു ഗോഡ്. ദൈവ വചനത്തിനായിട്ട് നമുക്ക് ചില മിനിറ്റുകൾ വേർതിരിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഫോളോ ചെയ്യുന്ന, പുതിയ വർഷത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന തീം തന്നെയാണ് നമ്മൾ തുടരുന്നത്. എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, നമ്മൾ ഈ വർഷത്തിലെ നമ്മുടെ തീം എന്തായിരുന്നു? സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായത്തിൽ നിന്ന് വിസ്ഡം 2025 എന്നൊരു വാച്ച് വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജ്ഞാനത്തെ, ഏത് ജ്ഞാനത്തെ? ദൈവികമായ ജ്ഞാനത്തെ എങ്ങനെയൊക്കെ കാണണമെന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ചില വരികളിൽ നിങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. അപ്പം നമ്മൾ ചില ഇടയ്ക്കെങ്കിലും നമുക്കത് നമ്മെ ഓർമ്മിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസ്ഡം ഇല്ലാതെ, ജ്ഞാനമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ 7 ക്രിയാപദങ്ങളെക്കുറിച്ച് സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയുണ്ടായി. ആ 7 ക്രിയാപദങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക. ഒന്ന്, സ്വീകരിക്കുക, റിസീവ് ദാറ്റ് വിസ്ഡം. ഈ ജ്ഞാനത്തിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും നമ്മളെ ഗ്രഹിപ്പിക്കുന്നതാണ് ഈ ക്രിയാപദങ്ങൾ. അത് നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ നിധി പോലെ കാക്കണം. വി മസ്റ്റ് ട്രഷർ ഇറ്റ്. അതിലേക്ക് നമ്മുടെ ചെവി നീ ബോധത്തിനായി വിളിച്ച്, യു ക്യാൻ ആക്ച്വലി റീഡ് ദാറ്റ് വേഴ്സ്, Proverbs chapter 2 verse 3. നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. വാട്ട് വി നീഡ് ഇസ് ദിസ്. നമുക്ക് വേണ്ടത് ദൈവപരിജ്ഞാനമാണ്. ദാറ്റ് ഈസ് ദ ട്രൂ വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പം നമ്മളത് സ്വീകരിക്കണം, നിധി പോലെ കാക്കണം. അതിനായി നമ്മൾ ചെവി ചായ്ക്കണം, ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. ആരോ തമാശയ്ക്ക് പറയുകയുണ്ടായി, ലോകത്തിൽ ഒത്തിരി പേര് അഴുക്കായിട്ട് നടക്കുന്നത്, അഴുക്കുള്ളവരായി നടക്കുന്നത് സോപ്പിൻ്റെ അഭാവം കൊണ്ടല്ലെന്ന്, അത് നമ്മൾ തേക്കാത്തതുകൊണ്ടാണെന്ന്. ഹൗ ട്രൂ ദാറ്റ് ഈസ്. സരസമായി പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അതിലൊരു കഥയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. സോ അത് നമ്മൾ പ്രയോഗിക്കണം, അത് അപ്ലൈ ചെയ്യണം. ദൈവവചന സത്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കണം. We don't become perfect. We are not perfect. പക്ഷേ ആ പരിശ്രമങ്ങൾ, അതിൻ്റെ തീവ്രത കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എത്തിയിട്ടില്ല എന്നൊരു വാക്യം ഞാൻ ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് പ്രയോഗിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരിക്കലും നിർത്തരുത്. അത് അശ്രാന്തമായി നമ്മൾ പരിശ്രമിക്കണം, അത് പ്രയോഗിക്കണം. മറ്റൊരു വാക്ക് ഇവിടെ പറയുന്നത്, അതിനുവേണ്ടി ഉറക്ക നിലവിളിക്കണമെന്ന്. ജ്ഞാനം പ്രാപിക്കാൻ ഉറക്ക നിലവിളിക്കുന്ന സ്വഭാവക്കാരാണോ നമ്മൾ? ദൈവിക പരിജ്ഞാനം പ്രാപിക്കാൻ ജീവിതത്തിൻ്റെ ഒരു ക്രൈസിസിൽ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി എത്ര പേര് ശരിക്കും ഉറക്ക നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്?
അതിനുവേണ്ടി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. സോൾവ് ചെയ്യാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ വരുമ്പം ദൈവിക ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ ജ്ഞാനത്തിൽ നമുക്കൊരു വിടുതലുണ്ട് പ്രിയരെ. അതിനുവേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അതിനുവേണ്ടി നമ്മൾ വി മസ്റ്റ് ക്രൈ ഔട്ട്. ആ ഹൃദയം, ആ ജ്ഞാനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഓർമ്മ വരുന്ന സത്യം ഇതാണ്. യാക്കോബിനെ ദൂതൻ പിടിച്ചപ്പം യാക്കോബിന് കൊതറി ഓടാൻ പറ്റത്തില്ലായിരുന്നു. കാരണം യാക്കോബിനേക്കാൾ ശക്തനായിരുന്നു ദൂതൻ. Now what did he do? What did he do? ദൂതനെ അതിജീവിക്കാൻ പറ്റത്തില്ല. യാക്കോബ് എന്താ ചെയ്തത്? ദൂതനെ കയറി പിടിച്ചു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ അത് ദൂതനെ അതിജീവിക്കാനുള്ള ബലമൊന്നുമില്ല. ചില കണ്ടില്ല കാലെ കെട്ടിപ്പിടിച്ച് എന്നെ പറയുന്നത്. ചില കുഞ്ഞുങ്ങളോ ചിലരോ ചില പ്രിയപ്പെട്ടവരോ സഹായം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താലും അതാണ് അതിൻ്റെ ടോണ്. അല്ല, ദൂതനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കാൻ, ജ്ഞാനത്തിന് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്വേഷിക്കുന്നതിനെ കുറിച്ച് മറ്റൊരു വാക്ക്, അവർ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ചുള്ള പദം മറ്റൊരു ക്രിയാപദമാണ്. വെള്ളമില്ലാത്ത ദേശം വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ, മാൻ നീർത്തോടുകളിലേക്ക് എത്തുവാൻ കാക്ഷിക്കുന്നത് പോലെ ഒരു സീക്കിംഗ് നമുക്കുണ്ടോ? As the deer panteth for the water, അത്രമാത്രം ഒരു അന്വേഷണം നമുക്കുണ്ടോ? മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നതിലുള്ള അന്വേഷണത്തിന് കേവലം ഒരു അന്വേഷണമല്ലത്, അതിങ്ങനെ ഒരു അന്വേഷണമാണ്. വില കൂടിയത് നഷ്ടപ്പെട്ടാൽ എത്രമാത്രം ജാഗ്രതയോടെ നമ്മൾ അന്വേഷിക്കുമോ അത്രമാത്രം ഒരു ജാഗ്രതയുള്ള അന്വേഷണമാണ് നമ്മുടെ ഹൃദയത്തിന് വേണ്ടത്. അതില്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ ജ്ഞാനം, ദൈവിക പരിജ്ഞാനം എന്ന സത്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ക്രിയാപദങ്ങളെ നമ്മൾ അന്യോന്യം റിമൈൻഡ് ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ ഇതിനു വേണ്ടി സെർച്ച് ചെയ്യണം. സെർച്ച് എന്നുള്ള മറ്റൊരു ക്രിയാപദം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജ്ഞാനം ചുമ്മാതെ വില കുറഞ്ഞൊരു കാര്യമല്ല. അത് ഗോൾഡും വില കൂടിയ വസ്തുക്കളും കിട്ടാൻ വേണ്ടി മൈനേഴ്സ് മൈൻ ചെയ്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് അതിനെ നേടുന്നത് പോലെയുള്ള ഒരു അന്വേഷണമാണ് അവിടെ കാണിക്കുന്ന സെർച്ച് എന്നുള്ള പദത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ മണ്ണേ കിട്ടൂ. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കുഴിക്കുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ, ടയർലെസ്സായിട്ട് ഡെഡിക്കേഷനോടെ വർക്ക് ചെയ്യുമ്പോൾ, ഇതെല്ലാം അന്വേഷണം എന്ന പദത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ കഴിയും എന്നതാണ്. ദൈവിക പരിജ്ഞാനം കണ്ടെത്താൻ കഴിയും എന്ന സത്യത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ജ്ഞാനം വേണ്ട ചില മേഖലകളെ കുറിച്ചാണ്. പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റിപ്പീറ്റേഷനായി ചിലതൊക്കെ തോന്നിയാലും നമുക്ക് ജ്ഞാനം വേണ്ട ചില മേഖലകളെ വേഗത്തിൽ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് പോകും. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പ്രായോഗികമായി ദൈവിക ജ്ഞാനം വേണ്ടത് എന്നത് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു അവസരമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഡു വി നീഡ് വിസ്ഡം ടു ലിവ്? ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് വിസ്ഡം ആവശ്യമാണ്, ജ്ഞാനം ആവശ്യമാണ്. അതിലൊന്നാമത് നമ്മൾ പറയുന്ന കാര്യം, ആദ്യം പറഞ്ഞ കാര്യം തന്നെ,
ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാനായി നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. പരിചയമുള്ള വേദവാക്യം നമുക്കൊന്ന് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു മേഖലയിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നതില്ല, ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവമാണ്. ഒരു സാഹചര്യത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്നത് എന്നതിൽ നമുക്കൊരു ജാഗ്രതയുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഹിതത്തെ ദൈവഹിതത്തോട് പൊരുത്തപ്പെടുന്നതിന് മനസ്സുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം, ക്രോസ് എന്ന പദത്തിന് പറഞ്ഞ ഒരു വിശദീകരണം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കാറുണ്ട്. എന്താണ് ക്രൂശ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ക്രോസ്. പക്ഷേ ഈ ക്രോസ് എന്നുള്ളത് നമുക്ക് ക്രിസ്ത്യാനികൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. ക്രോസ് ശരിയാണോ? വഴിത്താരകളിലും ക്രോസിംഗ് ജംഗ്ഷനുകളുണ്ടല്ലേ? നമ്മൾ എങ്ങോട്ട് തിരിയണത്? ഒരു ക്രോസ് ജംഗ്ഷനിൽ വന്നിട്ടാണ് തിരിയുന്നത്. അതിനും നമ്മൾ ക്രോസിംഗ് എന്നാ. മുറിച്ച് കിടക്കുന്നതിനും ക്രോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. വാട്ട് കുഡ് ബി ക്രോസ് എന്നുള്ളതിന് ആ ഭക്തൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും തമ്മിൽ എവിടെ ക്രോസ് ചെയ്യുമോ അവിടെ സ്വന്തം ഹിതത്തിന് മരിക്കാനുള്ള മനസ്സാണ് ക്രൂശെന്ന്. ആ ക്രൂശിൽ നമ്മൾ ആരും മരിക്കാൻ തയ്യാറല്ല. പ്രാക്ടിക്കലി സ്പീക്കിംഗ്. ശ്രദ്ധിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഹിതത്തിന് എന്നെ സമർപ്പിക്കാനുള്ള മനസ്സാണ്. എൻ്റെ ഹിതത്തിന് മരിച്ചിട്ടാണെങ്കിലും ദൈവ ഇഷ്ടത്തിന് ഈ സാഹചര്യത്തിൽ, ഈ ഒരു ജീവിതം, ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ ദൈവഹിതം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എൻ്റെ ഹിതത്തിന് മരിച്ച് ദൈവ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള കാഴ്ച നമുക്കുണ്ടോ എന്നത് നമ്മൾ ചോദിക്കണം. ആ ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിലേ നമുക്ക് അന്വേഷിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കില്ല. നമ്മൾ എൻ്റെ ഹിതത്തിന് പോവുകയുള്ളൂ. പ്രായോഗികമായി നമുക്ക് ഓരോരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ടി നമുക്കുള്ള ബോധ്യമുണ്ട്. പ്രായോഗിക ജീവിതത്തിലാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യകതയുള്ളത്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വെച്ചാൽ ലളിതമായി ഒരു ഉത്തരം അതിന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും തമ്മിൽ പലപ്പോഴും ചേരില്ല എന്നുള്ളതാണ്. നമ്മൾ പലതും ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ ചിലപ്പോൾ ചേരത്തില്ല. നമ്മുടെ ആഗ്രഹത്തിന് മരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ജീവിച്ചാൽ സത്യത്തിൽ നമ്മുടെ ആഗ്രഹം തന്നെ, നമ്മുടെ ശരിയായ ആഗ്രഹം തന്നെ നിറവേറും എന്നുള്ളതാണ് സത്യം. നമ്മുടെ തീരുമാനങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് എടുക്കാനുള്ള ഒരു കൃപ. ഓരോ ദിവസവും എത്രയെത്ര തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നറിയാമോ? ആ ദൈവഹിതത്തോട് ചേർന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നുണ്ടോ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരുവന്, അതല്ലേ ആ വാക്യം? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ഇതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ
ജനറലായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലും ഇത് ടെംപ്റ്റേഷൻ്റെ മുഖത്ത് നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഒരു കോണ്ടെക്സ്റ്റാണ് ഇവിടെ പ്രധാനമായിട്ടുമുള്ളത്. നമ്മൾ ട്രയൽസിൻ്റെയും പരിശോധനയുടെയും പരീക്ഷകളുടെയും മുഖത്ത് നമുക്ക് ലക്ഷ്യം അറിയത്തില്ല, നമുക്ക് എന്താ സംഭവിക്കുന്നതെന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജ്ഞാനം ചോദിക്കുമ്പോൾ ദൈവം ജ്ഞാനം തരുന്നതാണ് ഇതിൻ്റെ പ്രൈമറി കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ജനറലായിട്ടും നമുക്ക് എടുക്കാം. ഏത് സാഹചര്യത്തിലും ദൈവം തൻ്റെ ഹിതത്തെ വെളിപ്പെടുത്തിയ എത്രയോ അവസരങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവിക ജ്ഞാനം വേണ്ടത്? നമുക്കൊരു ഡിസേൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, നമുക്കൊരു വകതിരിവ് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു കൃപ ആവശ്യമുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം 3 തരത്തിലുള്ള ശബ്ദമെങ്കിലും കേൾക്കുന്ന, ഒന്ന് ദൈവശബ്ദം, 2 അവനവൻ്റെ ശബ്ദം, അവനവൻ്റെ ഹൃദയത്തിലെ മൂഢത, 3 ഡെവിളിൻ്റെ ശബ്ദം. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ ഈ അന്തരീക്ഷം നിറയെ ശബ്ദങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ഫിലോസഫികളാണ്. ഇതെല്ലാം നമ്മുടെ തലയിൽ എവിടെയൊക്കെയോ അലയടിക്കും. ഈ പരസ്യ ബോർഡുകളുടെയൊക്കെ ഉദ്ദേശം എന്താ? നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ലെന്ന്. ഇതൊക്കെ നമ്മളെ ഓരോരോ വിധങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട്. സത്യത്തിൻ്റെ ദർശനങ്ങളല്ല അത് പൂർണ്ണമായിട്ടും. ചിലതൊക്കെ ഹാഫ് ട്രൂത്താണ്, ചിലതൊക്കെ അതിൻ്റെ 10% സത്യമാണ്, ചിലതൊക്കെ 1% സത്യമാണ്. അതിലൊക്കെ സത്യത്തിൻ്റെ എലമെൻ്റ് ഉള്ളതുകൊണ്ട് അത് സത്യമാവണമെന്നില്ല. അപ്പം നമ്മുടെ ശബ്ദവും ദൈവശബ്ദവും തമ്മിൽ തിരിച്ചറിയേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ദൈവഹിതം അന്വേഷിക്കണം. അത് ഡിസേൺ ചെയ്യാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹിതത്തെ ദൈവഹിതവുമായി പൊരുത്തപ്പെടുത്താനായിട്ട് അനിവാര്യതയുള്ളത് കൊണ്ട് നമ്മൾ ദൈവഹിതത്തെ അന്വേഷിക്കണം. നമ്മുടെ ചുറ്റും വഞ്ചനകളുണ്ട്, നമ്മുടെ ചുറ്റും വഞ്ചനകളുണ്ട്, ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളിൽ അകപ്പെടാതെ ജീവിക്കാനുള്ള ഒരു കൃപ അനിവാര്യമായതുകൊണ്ട് അത് നേടേണ്ട ഒരു കാര്യമാണ് ഈ ലോകത്ത്. ഞാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അന്ത്യകാലത്ത് കർത്താവ് തൻ്റെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതവിടെ ജ്ഞാനമാണോ? ഡോണ്ട് വി നീഡ് വിസ്ഡം? അതിൻ്റെ അർത്ഥം നമ്മൾ വിസ്ഡം പ്രാപിക്കണം. അതിന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. അതിന് ആശ്രയം വേണം. അതിൽ വിശ്വാസത്താൽ നടക്കാൻ കഴിയണം. അപ്പം നമുക്ക് ഇതിനെല്ലാം നമുക്ക് അന്വേഷണം എന്ന പദവുമായിട്ട് നമുക്ക് ബന്ധിക്കാനായിട്ട് കഴിയും. ഞാനത് അവിടെ നിർത്തട്ടെ. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും നല്ലതായാലും പ്രയാസമുള്ളതാണെങ്കിലും ഈ സാഹചര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരുന്ന് അതിലൊരു വകതിരിവ് പ്രാപിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് വിശ്വാസത്താൽ നടക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് എല്ലാ വഞ്ചനകളെയും ഒഴിവാക്കിക്കൊണ്ട് കൃപയോടുകൂടെ നടക്കാൻ, നമ്മുടെ ഈ ജീവിതം ഭാഗ്യകരമായ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നടക്കാനുള്ള പ്രവർത്തനക്ഷമമായിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനായി നമ്മൾ അന്വേഷിക്കണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇത് അപ്ലിക്കബിളാണ്. പക്ഷേ ഈ വകതിരിവ് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അനിവാര്യമാണ്. വകതിരിവിനായിട്ട് പ്രാർത്ഥിക്കണം. ഡിസേൺമെൻറ്റിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ചില സാഹചര്യങ്ങളിൽ ഇന്ന് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളുടെ കാലമാണ്. ഒറിജിനലിനേക്കാൾ ഒറിജിനലായി തോന്നും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടാൽ. പക്ഷെ നമുക്കത് ഡിസേൺ ചെയ്യാനുള്ള ഗ്രേസ് അപ്പോൾ ദൈവം തരും. നമ്മൾ ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതിനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിനായി സീക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് ദൈവം തരുമെന്ന്
ദൈവത്തിൻ്റെ വചനം ഉറപ്പ് നൽകുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മുടെ ബന്ധങ്ങളുടെ മേഖലകളാണ്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഭാഗം. നമുക്ക് ജ്ഞാനം, ദൈവിക പരിജ്ഞാനം വേണ്ട ഒരു കാര്യം. ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഓർഗനൈസേഷനിൽ ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ഡിഫിക്കൽട്ടായ ആളുകളോടൊപ്പം പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ടീം ലൈഫിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഇന്ന് എൻ്റെ ഉള്ളിൽ ഏറ്റവും മറക്കാതെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, എൻ്റെ ടീമിൽ നിന്ന് എനിക്ക് ആരെയും പറഞ്ഞു വിടാൻ ഇഷ്ടമല്ലായിരുന്നു. ചിലരൊക്കെ വളരെ ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും OMൻ്റെ റൂൾ അനുസരിച്ച് നമ്മളെ അനുസരിച്ചില്ലെങ്കിൽ അവരെ അപ്പം പാക്ക് ചെയ്ത് പറഞ്ഞയക്കാം. ഒരു ടീം ലീഡറിന് ഒരു സുപ്പീരിയർ ലീഡറിനോട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. സത്യത്തിൽ അധികാരമുണ്ട്. പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെയോ കാരണങ്ങളാൽ ദൈവം എനിക്ക് അങ്ങനൊരു കാഴ്ചപ്പാട് തന്ന് ഞാൻ പറയായിരുന്നു, മറ്റൊരു ടീമിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരാളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. 2 വ്യക്തിത്വങ്ങളെങ്കിലും എൻ്റെ ജീവിതത്തിൽ നന്നായി ഓർക്കുന്നു. അവർ വളരെ തലവേദന സൃഷ്ടിക്കുന്ന ആളുകളാണ്, വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ എങ്ങനെയെങ്കിലും രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ച സമയങ്ങൾ ഓർക്കുന്നു. അതിനുവേണ്ടി അവരേത് ഏരിയയിലാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച് അവരെ ശക്തീകരിച്ചു കൊണ്ടേയിരുന്നു. ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്ത് അവരൊക്കെ വളരെ നല്ല നിലകളിൽ ഇന്ന് മിനിസ്ട്രിയിൽ ശോഭിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ഇന്ന് കാണുമ്പോൾ പറയുന്നൊരു കാര്യം, അന്ന് എന്നെ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുകയില്ലായിരുന്നു എന്ന്. അന്ന് പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ. നമ്മളെ വിളിച്ചിരിക്കുന്നത് പണിയാനാ. വീട്ടിലാണെങ്കിൽ പോലും റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും പ്രയാസകരം നമ്മുടെ ഓൺ വീടുകൾ തന്നെയാണ്. നമ്മുടെ മക്കൾ, അന്യോന്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈ റിലേഷൻഷിപ്പ് വളരെ കൃപയോടുകൂടെ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് ജ്ഞാനം കൂടാതെ പറ്റത്തില്ല. അതിന് വേണ്ടി ഇതൊരു ആവേശം തരുന്ന ഒരു സന്ദേശമല്ല ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദിസ് ഈസ് നോട്ട് സോ എക്സൈറ്റിംഗ്. ആവേശം ഉണ്ടാക്കുക, ഇതൊരു പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഏരിയകളിൽ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ വിസ്ഡം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ വളരെ ഡെലിക്കേറ്റായ റിലേഷൻഷിപ്പുകളെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. ചിലപ്പം അന്യോന്യം ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ഹേർട്ടുകളുണ്ടാവാം, ഒഫൻഡ് ചെയ്തെന്നിരിക്കാം, വളരെ വലിയ കോപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അതിനെ മറ്റേതെങ്കിലും വിധത്തിൽ ഡൈവേർട്ട് ചെയ്ത് ആ സാഹചര്യത്തെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ചിലർ റിയാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താ റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. യു ഡോണ്ട് റിയാക്ട്. അത് തന്നെ ഒരു പ്രശ്നമാണ്. കുത്തിയിട്ട് പറയും, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിലാണെങ്കിൽ, വൈ ആർ യു നോട്ട് റിയാക്ടിങ്, വൈ ആർ യു നോട്ട് ടോക്കിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ പറയും. എൻ്റെ പ്രിയരെ, റിലേഷൻഷിപ്പുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയയിൽ ദൈവികമായ ജ്ഞാനം നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരുന്നില്ലെങ്കിൽ പല വിധത്തിലുള്ള ചതിക്കുഴികളിൽ, പല വിധത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് നമ്മളെ പിശാച് വലിച്ചിഴയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ വലിച്ചിഴയ്ക്കപ്പെടും എന്നതൊരു റിയാലിറ്റിയാണ്. ഇതൊരു ഫാക്റ്റാണ്. ഇത് എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിച്ച്. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. അതല്ല, ഹീ ദാറ്റ് കവറത്ത്
a transgression seeketh love, but he that repeateth. അവിടെ കാര്യം പാട്ടാക്കുന്നവൻ എന്നല്ല, ഈ നമ്മൾ നാഗ് ചെയ്യുന്ന നേച്ചർ. ഒരു കാര്യം തന്നെ തെറ്റ് വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നു? മിത്രങ്ങളെ ഭേദിപ്പിക്കും. ഹേർട്ട് ചെയ്ത കാര്യമോ നമ്മളെ പ്രയാസപ്പെടുത്തിയ കാര്യമോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാലോ അത് വലിയ പ്രയാസമാണ്. പ്രായോഗികമായി എത്രമാത്രം ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പം അവിടെ ഫാമിലി സെറ്റിങ്ങിലാണ് അത് ഏറ്റവും പ്രായോഗികമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അത് ഫാമിലി സെറ്റിംഗ് അടുത്ത് വരുന്നേ ഉള്ളൂ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും, അടുത്ത വാക്യം കൂടെ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. endeavoring to keep the unity of the spirit in the bond of peace. ഈ ബോണ്ട് എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്ന സാധനമാണല്ലേ. ഈ ബോണ്ട് എന്താണ്? ബോണ്ട് ഓഫ് പീസ്. അതുണ്ടെങ്കിൽ അത് ഒട്ടിയിരിക്കും. ആത്മാവിൻ്റെ ഐക്യത, ഇത് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ വാക്യമാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു തലം. ഇതിന് നമുക്ക് ജ്ഞാനം വേണമോ? പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടെ. എത്ര പ്രാവശ്യം ക്ഷമിക്കാനാണ് കർത്താവ് പറഞ്ഞത്? 7. സത്യത്തിൽ എന്താ കർത്താവ് പറഞ്ഞത്? 490 വട്ടമെന്നോ? അല്ല, until you reconcile. അവനോട് അനുരഞ്ജനം ഉണ്ടാകുന്ന സമയം വരെ ക്ഷമിച്ചുകൊണ്ടേയിരിക്കാൻ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? എത്ര പ്രാവശ്യം ചിലപ്പോൾ നോവിച്ചിട്ടുണ്ട് എൻ്റെ പങ്കാളി എന്നോ എൻ്റെ മക്കളെന്നോ എൻ്റെ കൂട്ടുകാരെന്നോ എൻ്റെ സഭാവിശ്വാസികളെന്നോ നമ്മൾ പറഞ്ഞ് ഇനിയും ശരിയാവില്ല എന്നൊരു മനോഭാവമാണോ? കർത്താവെ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ. ചില സമയത്ത് എത്ര പ്രാവശ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തിയോട്, ഈ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്ക് ജ്ഞാനം വേണം എന്ന് നമ്മൾ പറയാറുണ്ടോ? എനിക്കതിനുള്ള ഗ്രേസ് വേണം, അതിനുള്ള ജ്ഞാനം വേണം. ആ ഗ്രേസ് അത് തന്നെയാണ് ജ്ഞാനം. ചിലപ്പോൾ ജ്ഞാനം തരുമ്പോഴാണ് ആ ഗ്രേസ് ഉണ്ടാവുന്നത്. നമ്മുടെ ബന്ധങ്ങൾ അന്യോന്യം പണിയുന്നതിൽ നമുക്ക് ദൈവിക ജ്ഞാനം വേണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എത്ര ഡെലിക്കേറ്റാണ് നമ്മുടെ ബന്ധങ്ങൾ. റിലേഷൻഷിപ്പ് എന്ന പദം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ ദൈവം റിലേഷണലാണ്. സ്നേഹവും ബന്ധത്തിനും ഒരു പ്രാധാന്യമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് നമുക്കറിയാം. പീപ്പിൾ ആർ ഇൻക്രീസിംഗ്ലി ബിക്കം ലവേഴ്സ് ഓഫ് സെൽഫ്. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞ് നീണ്ട ഒരു ലിസ്റ്റ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇത് എല്ലാവരെയും പടർന്ന് പിടിച്ചിരിക്കുന്ന വൈറസിനേക്കാൾ ഭീകരമായൊരു വ്യാധിയാണ്. സ്പിരിച്വലി സ്പീക്കിംഗ്. നൗ ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് ആത്മാവിൻ്റെ ഫലങ്ങൾ, അല്ലേ? ആത്മാവിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇൻക്രീസിംഗ് ആയി സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ അഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. വി നീഡ് വിസ്ഡം. വളരെ കോംപ്ലക്സ് ആയ വ്യക്തികളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു വാക്യം പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ
കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ചില മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങിയിരിപ്പിൻ. Now I find it so difficult to understand that words. മൂർഖൻ എന്ന വാക്ക് കോബ്ര എന്നുള്ളതല്ലേ? I don't know what's the word used there. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ മലയാളത്തിൽ ആ മൂർഖൻ എന്ന പദം, മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കാൻ പറയുന്നത് ഒരുപക്ഷെ അവിടുത്തെ ഡിഫിക്കൽട്ടായ ഒരു ഭരണാധികാരി ഉദ്ദേശിച്ചായിരിക്കാം. മൂർഖന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റുമോ? നോ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. കോംപ്ലക്സ് ആയ, വളരെ ഡേഞ്ചറസ് ആയ വ്യക്തിത്വങ്ങളുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഹാം ഒഴിവാക്കാൻ, അവരുടെ വിഷങ്ങൾ നമ്മളെ തട്ടാതെ വണ്ണം അതിനെ അവോയ്ഡ് ചെയ്യുവാൻ നമുക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമുണ്ട്. അപ്പം എല്ലാ ബന്ധങ്ങളെയും, ബന്ധമില്ലാതെ നമുക്കൊരു ജീവിതമുണ്ടോ? റിലേഷൻഷിപ്പ് ഇല്ലാതെ, ഇഫ് യു ആർ ഔട്ട്, ബിസിനസ് വേൾഡിൽ ഞാൻ പഠിച്ച ഒരു വലിയ ആപ്തവാക്യം ഇതാണ്: ഇഫ് യു ആർ നോട്ട് എ റിലേറ്റർ, യു ആർ ഔട്ട് ഓഫ് ബിസിനസ് എന്നാ. ദിസ് ഈസ് ബിബ്ലിക്കലി ഇത് ട്രൂ ആണെങ്കിലും നമ്മളൊരു റിലേറ്റർ അല്ലെങ്കിൽ നല്ല ഒരു റിലേറ്ററിന് മാത്രമേ നല്ലൊരു ബിസിനസ്സുകാരനാകാൻ പറ്റൂന്ന്. അതുകൊണ്ടാണ് കസ്റ്റമർ കിങ് ആയിട്ടും കസ്റ്റമറിനെ ഇത്രമാത്രം ബഹുമതിയോടുകൂടെ ഒക്കെ എല്ലാവരും കാണുന്നതാണ്. കസ്റ്റമറിനെ വെറുപ്പിച്ചാൽ പിന്നെ അവന് ബിസിനസ് കുറയുക ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ പൂർ ആയിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരു നല്ല ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. ചിലർ സ്നേഹം നടിച്ചാണെങ്കിലും, നമ്മുടെ ചുറ്റും അങ്ങനെ കാണുന്നില്ലേ, സ്നേഹം നടിച്ചാണെങ്കിലും നമ്മൾ സാർ 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 എന്ന് 100 പ്രാവശ്യം വിളിച്ചിട്ടാണെങ്കിലും ബിസിനസ് നേടാൻ, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടാണ് അവർ ബിസിനസ് നേടുന്നത്. നൗ ദ വേൾഡ് ഹാസ് ലേൺ ദാറ്റ്. പക്ഷെ ഇങ്ങനെ കോംപ്ലക്സ് ആയി ഈ ലോകത്ത് ദൈവമേ എല്ലാ ബന്ധങ്ങളെയും, എൻ്റെ എല്ലാ ബന്ധങ്ങളെയും അത് ദൈവികമായി കാത്തു സൂക്ഷിക്കാൻ, ദൈവമഹത്വത്തിനായിട്ട് ഫലകരമായിട്ട് ഉപയോഗിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഒരു നിമിഷം ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ റിലേഷണൽ ബീയിങ്സ് ആണ്. ഹല്ലേലൂയ. നമുക്ക് ജ്ഞാനം വേണ്ട മൂന്നാമത്തെ ഏരിയ, 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാമെന്ന് ഓർക്കുന്നു. മൂന്നാമത്തെ ഏരിയ, അത് ഒരു പരിധിവരെ ഞാൻ സൂചിപ്പിച്ചു, പാരൻറ്റിങ് ആൻഡ് ഫാമിലിയാണ്. അത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കവർ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യണം. പക്ഷേ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാരൻറ്റിങ് ആൻഡ് ഫാമിലിയിൽ എത്രത്തോളം വിസ്ഡം വേണം. ചില നാട്ടിലൊക്കെ മാതാപിതാക്കൾ വളരെ ഒറ്റയ്ക്കിരുന്ന് വല്ലാതെ വിഷമിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. They can't raise their children. രാജ്യത്തിൻ്റെ നിയമം ഒരു വഴിക്ക്, ആത്മീയമായിട്ട് അവരെ ആത്മീയ പഥ്യോപദേശത്തിൽ വളർത്താനുള്ള ചലഞ്ച് മറ്റൊരു വഴിക്ക്. They are struggling. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ. നമുക്കിവിടെ ശിക്ഷിച്ചാലൊന്നും ആരും അങ്ങനെ ചോദിക്കത്തില്ല. പക്ഷേ നമ്മളങ്ങനെ അതിര് കടന്ന് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാനും കഴിയില്ല. നമുക്കതിനൊരു ജ്ഞാനം ആവശ്യമാണ്, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. റേസിങ് ചിൽഡ്രൻ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ റേസ് ചെയ്യാൻ മാതാപിതാക്കൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആത്മീയ ഒരു പരിശീലനത്തിന് വിധേയരാകണമെന്ന് ഞാൻ പറയും. ആൻഡ് വി ഓൾ നീഡ് ദ ട്രെയിനിങ്. കാരണം നമ്മൾ പഴയൊരു കാലഘട്ടത്തെയും പുതിയൊരു കാലഘട്ടത്തെയും ആണ് ഫേസ് ചെയ്യുന്നത്. ഇതിൻ്റെ നടുവിൽ കിടന്ന് ഞെരുങ്ങുന്നവരാണ്. ആൻഡ് വി നീഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. പ്രൊവോക്ക് നോട്ട് യുവർ ചിൽഡ്രൻ ടു ആങ്കർ ലെസ്റ്റ് ദേ ബി ഡിസ്കറേജ്ഡ്. നമ്മുടെ ഉദ്ദേശം അവരെ നേരെയാക്കുക എന്നതാണ്, അവരെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്, നമ്മുടെ വാശി നേടുക എന്നുള്ളതല്ല. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ ഡിഫറൻസ് ഒരുപക്ഷെ നമ്മൾ ഓർക്കാറില്ല.
എനിക്ക് തോന്നുന്നു ലൈഫ് റിവിഷൻ സെമിനാറിൽ കർത്താവിൻ്റെ ദാസൻ ജോൺ സാറ് പറയുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ മറക്കാതെ ഓർത്തിരിക്കുന്ന ഒരു കാര്യമായത്. കുഞ്ഞുങ്ങളോട് നമ്മളെന്ന് പറയുന്നത് ഞാൻ നിന്നെ തല്ലി ശരിയാക്കും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഞാൻ നിന്റെ മലയാളത്തിൽ ഞാൻ നിന്നെ തല്ലി ശരിയാക്കും എന്ന് പറയുമ്പോൾ നിന്നെ അടിച്ച് താഴെയിടും എന്നുള്ളൊരു ധ്വനിയാണെങ്കിലും ശരിക്കും നമ്മൾ പറയുന്നത് ഞാൻ നിന്നെ തല്ലി നേരെയുള്ള പാതയിൽ നടത്തും എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കാറുണ്ടോ അത്? ഡു വി തിങ്ക് ഞാൻ നിന്നെ തല്ലി ശരിയാക്കും എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിന്നെ ശരിക്കും ഹേർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ നിന്നെ ശരിയാക്കും എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ശരിയാക്കാനാണ്. എന്നുള്ള ശരിയായ പാതയിൽ നിന്നെ നടത്തും. നിന്നെ അല്പം വേദനിപ്പിച്ചിട്ടാണെങ്കിലും തെറ്റായ ദിശയിൽ നിന്ന് ശരിയായ ദിശയിലേക്ക് നിന്നെ നടത്തുമെന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ അർത്ഥമല്ല നമ്മൾ പലപ്പോഴും പ്രാക്ടിക്കലി പറയുന്നത്. അത് പ്രിയ ജോൺ സാറ് ക്ലാസ് എടുത്തപ്പം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്നും എൻ്റെ ഓർമ്മയിൽ മറക്കാതെ ഓർത്തിരിക്കുന്നു. അവരെ ഡിസ്കറേജ് ചെയ്യരുത്. അടിക്കേണ്ട പ്രായങ്ങളുണ്ട്, സ്നേഹ ഉപദേശങ്ങൾ നൽകേണ്ട പ്രായങ്ങളുണ്ട്, റെബ്യൂക്ക് ചെയ്യേണ്ട പ്രായങ്ങളുണ്ട്. റെബ്യൂക്ക് ചെയ്താലും അതിൻ്റെ ലിമിറ്റേഷൻസ്, നമ്മുടെ ഇമോഷൻസ് അതിൽ പ്ലേ ചെയ്ത് അത് ആകെപ്പാടെ സീൻ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അങ്ങനെയുള്ള അതിർവരമ്പുകളൊക്കെ ഭേദിച്ച ക്രിസ്തീയ കുടുംബങ്ങളെ പോലും എനിക്കറിയാം. കൈവിട്ടുപോയ സാഹചര്യങ്ങൾ എനിക്കറിയാം. ഓവറായിട്ട് ശിക്ഷിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഡോണ്ട് യു തിങ്ക് വി നീഡ് വിസ്ഡം ഓഫ് ഗോഡ്? ആ ജ്ഞാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശീലനത്തിന് റേസ് ചെയ്യാൻ, കുഞ്ഞുങ്ങളെ ഗോഡ്ലി ആയിട്ട് ഈ കാലഘട്ടത്തിൽ റേസ് ചെയ്യാൻ വേണ്ടി നല്ല നല്ല പുസ്തകങ്ങൾ ലഭ്യമാണ്. അതൊക്കെ ഒരാവർത്തിയെങ്കിലും വായിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ജ്ഞാനം വേണം നല്ല മാതാപിതാക്കളാവാൻ. കർത്താവേ, നല്ല മാതാപിതാക്കളാകാനുള്ള ജ്ഞാനം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. വി നീഡ് വിസ്ഡം ടു റേസ് ചിൽഡ്രൻ. പാരൻറ്റിങ്ങിനും ഫാമിലി റിലേഷൻഷിപ്പിലും മാതൃകാപൂർവം പോകാൻ ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. ആൻഡ് മാതാപിതാക്കളാകാൻ പോകുന്ന നിങ്ങൾക്ക് ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങാം ആ ഒരു ഗ്രേസിനായിട്ട്. പുതിയ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ റേസ് ചെയ്യാൻ, പുതിയ ചലഞ്ചസിൻ്റെ നടുക്ക് റേസ് ചെയ്യാനുള്ളൊരു ഗ്രേസ്, വിസ്ഡം, ഡിസേൺമെൻറ്റ് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഞാൻ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വിസ്ഡം വേണ്ട മറ്റൊരു മേഖല നമ്മുടെ ജോലി ജീവിതം, നമ്മുടെ വർക്ക് ലൈഫും നമ്മുടെ ഫൈനാൻസുമാണ്. ഈ കാലഘട്ടത്തിൽ കൺസ്യൂമറിസം എന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കണക്ക് വായിച്ചത്, ഒരു ആവറേജ് അമേരിക്കൻ, ലോകത്തിൽ അങ്ങനെ അമേരിക്കയെ നോക്കിക്കഴിഞ്ഞാൽ അവരാണ് നമ്മളുടെ മുമ്പിൽ നമ്മളെല്ലാം ഒരു മാതൃകയാക്കാൻ നോക്കുന്ന ഒരു സ്ഥലം. കാരണം പരിഷ്കൃതി കൊണ്ട് അങ്ങേ അറ്റത്തെത്തിയെന്ന് അവർ ചിന്തിക്കുന്നത്. വിച്ച് ഈസ് ഇൻ വൺ വേ ടെക്നോളജിക്കലി ആൻഡ് ഓൾ ഇറ്റ് ഈസ് ട്രൂ. പക്ഷെ ഒരു ആവറേജ് അമേരിക്കൻ മൂന്ന് കൊല്ലം പണിയെടുത്താൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കണക്കാ, 3 കൊല്ലം പണിയെടുത്താലേ അവൻ്റെ കടം തീരൂ. Now, is it wisdom എന്നതാണ് എൻ്റെ ചോദ്യം. ഇത് ജ്ഞാനമാണോ? നമ്മുടെ വർക്ക് ലൈഫും ഫൈനാൻസും മാനേജ് ചെയ്യുന്നതിൽ നമുക്ക് ജ്ഞാനം വേണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി എനിക്ക് വേണ്ടതായ ഉചിതമായ ഒരു വഴി പറഞ്ഞു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള വഴി ദൈവം തുറന്നു തരും. പ്രയാസകാലങ്ങൾ നമുക്കുണ്ടെങ്കിലും
എല്ലാ കാലങ്ങളും അങ്ങനെ ആവില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് ന്യായമായി മാന്യമായി പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള വഴി ദൈവം തുറക്കാൻ വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഐ ഡോണ്ട് ബിലീവ് ഇൻ പ്രോസ്പെരിറ്റി ഗോസ്പൽ, ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ പോവർട്ടി ഗോസ്പൽ ഐദർ. ശരിയാണോ? പോവർട്ടി ഗോസ്പലും തെറ്റാണ്, പ്രോസ്പെരിറ്റി ഗോസ്പലും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ ഫെയറായിട്ട് നമുക്ക് ആവശ്യമുള്ള ആഹാരം തരാൻ ദൈവം വിശ്വസ്തനാ. പ്രയാസമുള്ള കാലങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ എല്ലാ കാലവും അങ്ങനെ ആവത്തില്ല. അതിനൊരു ജ്ഞാനം ചോദിച്ചാൽ അതിനുള്ള വഴി ദൈവം തുറന്നു തരും. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എത്ര ഫാമിലികൾ ഈ അടുത്ത കാലത്ത് കടം കയറി ആത്മഹത്യ ചെയ്തു? വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കം വിഷം കൊടുത്ത് കൊന്ന എത്ര കഥകൾ ഈ അടുത്ത സമയത്തിൻ്റെ ഓർമ്മ. കൊടുങ്ങല്ലൂര് നടന്നൊരു കാര്യം വല്ലാതെ എൻ്റെ അലട്ടുകയുണ്ടായി. ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ അടക്കം അവർ കൊന്നു. കാരണം എന്തെന്നറിയാമോ? അവർക്ക് അവരുടെ ഫൈനാൻസ് ആയിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം. ഇതെങ്ങനെ പറയണം? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 10:4. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാകുന്നു. മടി എന്നുള്ളതല്ല, നമുക്ക് ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ നമുക്കൊരു ഡിലിജൻ്റ് ആയിട്ടുള്ളൊരു കൈ ഉണ്ടാവും. ഉത്സാഹിക്കുന്നൊരു കൈ. പരിശ്രമങ്ങൾ അവസാനിപ്പിക്കരുത്. എനിക്ക് ജീവിക്കാൻ, എനിക്ക് ആവശ്യത്തിന് ഭക്ഷിക്കാൻ, എനിക്ക് ന്യായമായൊരു പാർപ്പിടം ഉണ്ടാക്കാനുള്ള ബലവും കൃപയും ദൈവം എനിക്ക് തരും എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാനും നമ്മൾ മുൻപോട്ട് ഇറങ്ങുമ്പോൾ എനിക്കതിനുള്ള വഴി തുറന്നു തരും. അല്ലെങ്കിൽ എൻ്റെ ഉള്ളതിനെ ദൈവം അനുഗ്രഹിച്ച് തരും. അതല്ലെങ്കിൽ എനിക്ക് സൂപ്പർ നാച്ചുറലായ ഒരു വഴി അതല്ലെങ്കിൽ തുറക്കും. പക്ഷേ എനിക്ക് ഒരിക്കലും അലസമായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാനുള്ള മനോഭാവം നമുക്കൊരിക്കലും പാടില്ല. എന്തെങ്കിലും ചെയ്യണം. ആരോ ഒരാൾ ഒരിക്കൽ പറഞ്ഞു, ഇനി ഒന്നും അല്ലെങ്കിൽ 10 വട വിറ്റ് കൊടുക്കണമെന്ന് ആരോ തമാശയ്ക്ക് പറഞ്ഞു. എത്ര ഓപ്പർച്യൂണിറ്റികളാ നമ്മുടെ ചുറ്റുമുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഇല്ലാത്തതൊക്കെ വെട്ടിപ്പിടിക്കുന്ന നമ്മുടെ കൺസ്യൂമറിസത്തെ ഒരിക്കലും ഫ്യൂല് ചെയ്യാൻ പറയുന്നില്ല. നമുക്ക് ആവശ്യത്തിന് പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള വഴി അത് നമ്മൾ കണ്ടെത്താനുള്ള ഒരു ജ്ഞാനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. അല്ലെങ്കിൽ 2 പേരോട് ആലോചിച്ച് നമുക്കത് ചെയ്തെടുക്കാൻ ദൈവ കൃപയിൽ നമ്മൾ ശരണപ്പെടണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാതെ അതിനുവേണ്ടിയുള്ള ജ്ഞാനത്തിനായിട്ട് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. കൺസ്യൂമറിസത്തിന് പക്ഷേ ജ്ഞാനം കിട്ടിയ ആളുകൾ ചെയ്യുന്ന കാര്യം, കേരളത്തിൽ ഉണ്ടാക്കുന്ന വീട് പണിയെക്കുറിച്ച് പോലും പലപ്പോഴും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 1000 രൂപയുടെ വീട് വെക്കാനാണ് ആളുകൾ നോക്കുന്നത്. എന്നിട്ട് പറയും ഇത് ദൈവം തന്നാന്ന്. ഈസ് ഇറ്റ് റൈറ്റ്? അപ്പം അത് എല്ലാ നല്ല ദാനങ്ങളും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. ഇത് വിസ്ഡമാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നത് അവരവർക്കുള്ള പ്രാപ്തിക്കനുസരിച്ച് ചെയ്യാം. പക്ഷേ നമുക്ക് 100 രൂപ ചെലവഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 20 രൂപയുടെ ഒരു വീട് പണിയാവൂ. ഞാനത് ചെറിയ എമൗണ്ടിൽ പറയുന്നത്. അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു വീട് പണിയാൻ പറ്റൂ. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പണം ആവശ്യമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന മഹാസൗധങ്ങൾ. അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. എത്രയാണെന്ന് വല്ലതും അറിയാമോ? 50,000. 50,000 സ്ക്വയർ ഫീറ്റ്. ലോകത്തിലെ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ജീവിക്കുന്നത് എത്ര ബെഡ്റൂം ഹൗസിലാണെന്ന് അറിയാമോ? 3 ബെഡ്റൂം ഹൗസിൽ. എൻ്റെ അറിവിൽ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. 55 കൊല്ലത്തോളം പഴക്കമുള്ള
തൻ്റെ 3 ബെഡ്റൂം ഹൗസിലാണ് ലോകത്തിലെ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ജീവിക്കുന്നത്. Now, അദ്ദേഹത്തിൻ്റെ വിസ്ഡം കേൾക്കാൻ ലോകത്തിലെ സമ്പന്നന്മാരൊക്കെ അടുത്ത് വരാറുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ തൻ്റെ പേര് വാരൻ ബഫറ്റ്. ഫൈനാൻസും വർക്ക് ലൈഫിലും കൃത്യതയോടെ മാനേജ് ചെയ്യാൻ, ഓവർ വർക്ക് ചെയ്ത് ശരീരത്തിൻ്റെ ശേഷി നശിപ്പിക്കാതെ ജ്ഞാനത്തോടെ നമ്മളുടെ റെസ്റ്റ്, നമുക്ക് ആവശ്യത്തിന് വിശ്രമം വേണം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വേണം, ഇതെല്ലാം കൃത്യതയോടെ ചെയ്യാൻ, നമ്മുടെ ഇമോഷണൽ ലൈഫിന് ബാലൻസ് വേണം. ഇതെല്ലാം കൃത്യമായി മാനേജ് ചെയ്യാതിരുന്നാൽ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ അവസ്ഥ ഉണ്ടാകും. പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്ന കഥ പറഞ്ഞ് വായിച്ച് മണ്ടനായ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിരിക്കാറുണ്ട്. പക്ഷെ നമ്മളും ആ മണ്ടനാണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ ഓവർ വർക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷമതയെ നശിപ്പിക്കുന്നു. ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് ആരോഗ്യകരമായ വ്യായാമങ്ങൾ ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എല്ലാം ദൈവം നോക്കിക്കോളും എന്ന മൂഢമായ ഒരു ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കരുത്. ആഹാരം എടുക്കുന്ന കാര്യം, ആഹാരം ഭക്ഷിക്കുന്ന കാര്യത്തിൽ, ചിലവ് കാര്യങ്ങളിൽ, വരവ് കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾക്കായിട്ട് നമുക്ക് കൃത്യത വേണം, അതിനൊരു കണക്ക് വേണം, അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം, അതിന് ഒരു മാനേജ്മെൻറ്റ് വേണം. 1,00,000 രൂപ കിട്ടുന്നവർ അതിനനുസരിച്ച് ചെയ്യട്ടെ, പക്ഷേ 5,000 രൂപ കിട്ടുന്നവർ അതിനനുസരിച്ച് ഒരു മാനേജ് ചെയ്യാനൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ദൈവം നിശ്ചയമായും കരുതുന്നവരാണ്. പക്ഷെ ഫൈനാൻസ് കാര്യത്തിൽ ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിയോട് അനുരൂപപ്പെട്ട് ജീവിക്കുകയാണ്. വരവിനേക്കാൾ അധികം ചെലവാക്കുന്നു, ഓവർ അംബീഷ്യസ് ആയിത്തീരുന്നു. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വലിയതൊന്നും ആഗ്രഹിക്കാറില്ലേ എന്ന്. Now, what do we say? What do we tell them? അവർ പറയുന്ന അവർ വലിയത് ആഗ്രഹിച്ച് അവർക്കത് ലഭിച്ചു. നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയോടുള്ള ബന്ധത്തിൽ എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ടു. പക്ഷെ നമ്മുടെ ഭൗതിക കാര്യത്തിൽ നമുക്ക് താങ്ങാവുന്നതിൽ അധികം എടുത്ത് തല വയ്ക്കരുത്. അത് നമ്മുടെ കഴുത്തുളുക്കുകയും നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഈ ലോകത്തിൻ്റെ കൺസ്യൂമറിസം കൾച്ചറിനോട് നമ്മൾ ഏകീഭവിക്കരുത്. കൺസ്യൂമറിസം എന്ന പദത്തിന് പൊതുവേ നമ്മൾ പറയുന്ന ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. തമാശയ്ക്കല്ല, അത് സരസമായി പറയുന്നൊരു കാര്യമാണ്, പക്ഷെ അതൊരു കാര്യമാണ്. വി ബൈ ദ തിങ്സ് വി ഡോണ്ട് നീഡ് വിത്ത് ദ മണി വി ഡോണ്ട് ഈവൻ ഹാവ് ടു ഇംപ്രസ് പീപ്പിൾ വി ഡോണ്ട് ഈവൻ ലൈക്ക്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പ്രസാദിപ്പിക്കാൻ നമുക്കില്ലാത്ത പൈസ കൊടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ശരിക്കും ആവശ്യമില്ല. നിങ്ങളൊന്ന് വീട്ടിൽ പോയി നോക്കിയോ, നിങ്ങൾ വാങ്ങിച്ച പല സാധനങ്ങളും നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളതായിരുന്നോ? ഒരു സാധനം വാങ്ങിക്കാൻ നേരത്ത് അങ്ങനെ ഒരു വിസ്ഡത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് അങ്ങനെ വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്നെക്കാട്ടിൽ വിസ്ഡം എൻ്റെ ഭാര്യയ്ക്കാണുള്ളതെന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത ഒരു സാധനവും വാങ്ങിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്തൊരു സാധനം, ഇത്തിരി പൈസ കയ്യിലുണ്ടെങ്കിൽ അങ്ങ് വാങ്ങിക്കാൻ നോക്കും. സം ടൈം നമ്മുടെ സ്പൗസിനായിരിക്കും അതിൽ ബെറ്ററായിട്ട് വിസ്ഡം ഉണ്ടാകുന്നത്. ഇതൊരു ആവേശം മാത്രമേ ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ തൊടാൻ പോകുന്നില്ല. No, do we need wisdom? ഇതെല്ലാം മാനേജ് ചെയ്ത് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞു ഒത്തിരി റിസോഴ്സുകൾ. അതുകൊണ്ട് നമുക്ക് ജ്ഞാനം ആവശ്യമാണ് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഏറെക്കുറെ നിർത്താമെന്ന്. നമ്മുടെ ടൈം ഇസ് ഓൾമോസ്റ്റ് കം ടു എൻ എൻഡ്. പക്ഷെ ഒരു മേഖല കൂടെ ഞാൻ പറയട്ടെ. ശുശ്രൂഷ ജീവിതവും സേവനവും. ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ കുറിച്ച് മാത്രമല്ല, നമ്മളെല്ലാവരും ശുശ്രൂഷകന്മാരാണ്. നമ്മളുടെ സേവനത്തിലും ശുശ്രൂഷയിലും നമുക്ക് ദൈവിക ജ്ഞാനം വേണം. നമ്മൾ മക്കളെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ, മക്കളെ കരുതുകയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കുകയാണ്.
ഭർത്താവും ഭാര്യയും തമ്മിൽ അന്യോന്യം കരുതുകയാണെങ്കിൽ ശുശ്രൂഷയാണ്. നിങ്ങൾ അന്യോന്യമാണ് ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് മാത്രം. ചേർച്ച് ലൈഫിലും അത് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ വർക്ക് ലൈഫിൽ ഇൻക്ലൂഡഡ് ആണ്. 1 പത്രോസിന്റെ ലേഖനം 4:10 ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4:10. നമ്മുടെ ജീവിതം ഈ ശുശ്രൂഷ മേഖലകളിലും സേവനത്തിലും നമുക്ക് ദൈവിക ജ്ഞാനം വേണം എന്ന സത്യത്തെയാണ് ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പേ. നമുക്ക് എന്തിനാണ് ഓരോ വരങ്ങൾ നൽകിയിരിക്കുന്നത്? വരങ്ങൾ നമുക്ക് സൂപ്പർ നാച്ചുറലായി ലഭിക്കുന്നതാണെങ്കിൽ നമുക്കുള്ളത് വെച്ച്, നമുക്കുള്ള സാഹചര്യങ്ങൾ വെച്ച് എന്തിനാ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കാനാണ്, പണിയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിനെന്ന പോലെ ചെയ്യാൻ. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെന്ന പോലെ, കർത്താവിനെന്ന പോലെ ചെയ്യാൻ. ഭർത്താക്കന്മാർ തിരിച്ച്, മക്കൾക്കാണെങ്കിൽ അങ്ങനെ, ദാസന്മാർ യജമാനന്മാരോട് അങ്ങനെ, കർത്താവിനെന്ന പോലെ. And do we serve like that? Hallelujah. ഗലാത്യലേഖനം 6:9 കൂടെ ചേർത്ത് വായിക്കാം. ഗലാത്യലേഖനം 6:9. നമ്മുടെ ലൈഫ് മുഴുവൻ അങ്ങനെയാണല്ലേ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഒരു ഗ്രേറ്റ് ഹാർവെസ്റ്റ് ഉണ്ട്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു വാക്കാണ് അല്ലേ. കൊയ്യുമെന്ന വാക്ക്, ഇൻവെസ്റ്റ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ പണം ബാങ്കിൽ ഇടുന്നത് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ്. കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഒരു ഡിവൈൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനൊരു ഹാർവെസ്റ്റ് ഉണ്ട്. ഒരുവനെ സ്നേഹിക്കുമ്പോൾ ഇവൻ മക്കളെ ആണെങ്കിൽ സ്നേഹം എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ ഡിവൈൻ ഇൻവെസ്റ്റ്മെന്റ്. ആ വിധത്തിൽ നമ്മളത് കാണുമെങ്കിൽ, നന്മ ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ ദൈവരാജ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന നന്മ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത്രയ്ക്കും വലിയ ഹാർവെസ്റ്റ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റല്ലെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഓൾ ദാറ്റ് ദേ ആർ സേയിങ് ഈസ് നോട്ട് ഫോൾസ്, തെറ്റല്ല. അതിൽ എലമെന്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്. അതിലൊരു കാര്യം ഇതാണ്, നമ്മൾ ഡിവൈൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അതിനൊരു ഹാർവെസ്റ്റ് ഉണ്ട്, ഒരു ഇൻക്രെഡിബിൾ ഹാർവെസ്റ്റ് ഉണ്ട്. ആ ഹാർവെസ്റ്റ് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ഉപയോഗിക്കാനല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ദേശത്ത് എങ്ങും ക്ഷാമം ഉണ്ടാവുമ്പോൾ, ആ ഒരു ദേശത്ത് നിങ്ങൾ താമസിക്കുന്ന വില്ലേജിൽ ഒരു ക്ഷാമം ഉണ്ടായി. ഞാൻ ഒരു ഭക്തൻ പറഞ്ഞതാണ്, ആ ഒരു ചാക്കരി ഉള്ളൂ എവിടെയോ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ചാക്കരി നിൻ്റെ വീട്ടിൽ വരുമെന്ന്. അത് പ്രോസ്പെരിറ്റി അല്ല, അത് നിൻ്റെ വീട്ടിൽ വരുന്ന നീ പൂഴ്ത്തി വെച്ച് നിനക്ക് മാത്രം ഉപയോഗിക്കാനുമല്ല. നൗ ദാറ്റ് ഈസ് വാട്ട് ദ പ്രോബ്ലം ഈസ്. ശരിയായൊരു ഭക്തൻ്റെ വീട്ടിൽ വരും, അവൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് മറ്റുള്ളതെല്ലാം ഷെയർ ചെയ്യും. ദിസ് ഈസ് വാട്ട് ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട്. ലോകത്ത് ചാരിറ്റി എന്ന വാക്കുണ്ടായത് തന്നെ എവിടെ നിന്നാണെന്നറിയാമോ? ഇറ്റ്സ് ഫ്രം ക്രിസ്ത്യൻ ട്രഡീഷൻ, ഇറ്റ്സ് ഫ്രം ദ ബൈബിൾ. ഫൊർഗീവ്നെസ് എന്ന സത്ത ഭൂമിയിൽ ശരിക്കും വന്നത് വിത്ത് ദി അഡ്വെന്റ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവാണത് പഠിപ്പിച്ചത്. സ്നേഹത്തിൽ അന്യോന്യം ശുശ്രൂഷിപ്പാന്, മിനിസ്ട്രിയും ശുശ്രൂഷയും ശരിയായ വിധത്തിൽ ചെയ്യാൻ, അത് ഡിസേൺമെന്റോടുകൂടെ, ശുദ്ധമായ മനസാക്ഷിയോടെ, കപടമില്ലാത്ത ഹൃദയത്തോടെ ചെയ്യാൻ ആർക്കാ ശരിക്കും കഴിയുന്നത്? ഒരു ട്രൂ ക്രിസ്ത്യൻ. ദൈവരാജ്യത്തെയും ദൈവത്തെയും മുൻനിർത്തി സെൽഫ്ലെസ്സായി ചെയ്യാൻ അവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പൊട്ടൻഷ്യൽ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ഡിവൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് പണം മാത്രമായിട്ട് ഇക്വേറ്റ് ചെയ്യാതെ ചെയ്യുന്ന ഓരോ നന്മകളും അത് ശരിയായ വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഓരോന്നും ഡിവൈൻ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്ന തിരിച്ചറിവോടുകൂടെ അത് ചെയ്യാനും ആ ജ്ഞാനം ദൈവത്തോട് അപേക്ഷിച്ച് ആ ജ്ഞാനത്തിൽ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിപ്പാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജ്ഞാനം വേണ്ട ചില മേഖലകൾ ഞാൻ പെരിഫറലായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്ന് കേട്ട നമുക്ക് ഈ ചിന്തകൾ തുടരാം. വിസ്ഡം എന്ന ആ ഒരു സത്തയെ കേന്ദ്രമാക്കി നമ്മൾ ചില ആഴ്ചകൾ മുമ്പോട്ട് പോകും. പക്ഷെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ള ചില വസ്തുതകൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ദൈവിക പരിജ്ഞാനം പ്രാപിക്കുന്നത് എത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വഞ്ചനകളുടെ അസത്യങ്ങളുടെ ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ട്രൂത്താണ്, സത്യമാണ്, ദൈവിക പരിജ്ഞാനമാണ്. ആ പരിജ്ഞാനത്തിൽ നിറയെ ഇറ്റേണൽ ട്രൂത്ത്സ് ആണുള്ളത്. ഹല്ലേലൂയ. അത് നമ്മളെ ശരിയായ സ്വാതന്ത്ര്യത്തിലേക്കും നന്മയിലേക്കും നടത്തും നിശ്ചയം. അത് നമ്മുടെ സമൂഹത്തിന് വെളിച്ചമായി ഉപ്പായി തീരും. ജീർണിക്കുന്ന ഈ കാലഘട്ടത്തിന് അത് ഉപ്പായി തീരും. അവരെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. ഈ ജ്ഞാനത്തിനായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ചില കാര്യങ്ങൾ മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. എനിക്ക് ആ ദൈവിക ജ്ഞാനം വേണം, എനിക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.